ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 മാത്സിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള എല്ലാ ഓണം എക്സാം ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതിൽ 3ഉം 4ഉം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 6 ക്വസ്റ്റ്യൻസാണ് മൊത്തം ഉള്ളത്. അത് മൊത്തം അറ്റൻഡ് ചെയ്യണം. ഓക്കെ. എ ബിഗ് ബക്കറ്റ് കണ്ടെയ്ൻസ് 45 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് എ സ്മോൾ ബക്കറ്റ് കണ്ടെയ്ൻസ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളമുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളമുണ്ട്. കണ്ടല്ലോ, 45 ലിറ്ററും 15 ലിറ്ററും. ദ കപ്പാസിറ്റി ഓഫ് എ ബിഗ് ബക്കറ്റ് ഈസ് 50 ലിറ്റേഴ്സ് ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഈസ് 20 ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. പക്ഷേ ഇപ്പം 45 ലിറ്ററേ ഉള്ളൂ. ഇതിലും 20 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ 15 ലിറ്റേഴ്സേ വെള്ളമുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദ ബിഗ് ബക്കറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ സ്മോൾ ബക്കറ്റ്? അപ്പോൾ എത്ര പാർട്ടാണ് ബിഗ് ബക്കറ്റിൻ്റെ എത്ര പാർട്ടാണ് കാണേണ്ടത് എന്ന ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ് സ്മോൾ ബക്കറ്റിൻ്റെ എത്ര കപ്പാസിറ്റി, അപ്പോൾ എത്രയാണ് സ്മോൾ ബക്കറ്റ് കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ്. അപ്പോൾ റേഷ്യോ വരെ എങ്ങനെയാണ്? 20/50 അല്ലേ? 20/50 ആണ്. അപ്പോൾ നമ്മൾ 0 രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ? 2/5 ആണ്. അപ്പം ദ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഈസ് 2/5 ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ്. അപ്പോൾ ആദ്യത്തെ ആൻസർ 2/5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ടൈംസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ്. ഇനി നമുക്കറിയാം ലാർജ് ബക്കറ്റിൽ എത്ര ഉണ്ട്? 45 ലിറ്റേഴ്സ് ഓഫ് വെള്ളമുണ്ട് അല്ലേ? വാട്ടർ സ്മോൾ ബക്കറ്റിൽ 15 ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ് ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ്. അപ്പോൾ നമുക്ക് 45 ഡിവൈഡഡ് ബൈ 15 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് 45ലും 15ലും പൊതുവായിട്ട് പോകുന്നത് ഏതാണ്? 15 പോവും. 45 ഡിവൈഡഡ് 15, 15 ഡിവൈഡഡ് 15. 45 15 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 15 15 ഒരു പ്രാവശ്യം പോവും. 3/1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എന്താണ്? ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ് ഈസ് 3 ടൈംസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ദ സ്മോൾ ബക്കറ്റ്. ഓക്കെ. ഇനി 45നെ നമുക്ക് നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയും പോകും. ആൻസർ 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് പാർട്ട് ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് നീഡഡ് ടു ഫിൽ ലാർജ് ബക്കറ്റ്? എത്ര വെള്ളം വേണം? ഹൗ മച്ച് പാർട്ട് ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് നീഡഡ് ടു ഫിൽ ലാർജ് ബക്കറ്റ്? ലാർജ് ബക്കറ്റ് ഫിൽ ചെയ്യാൻ എത്ര വെള്ളം വേണമെന്നാണ്. ഓക്കെ. സ്മോൾ ബക്കറ്റിൽ എത്ര വെള്ളം വേണമെന്നാണ്. അപ്പോൾ ലാർജ് ബക്കറ്റ് കണ്ടെയ്ൻസ് എത്രയാണ്? 45 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. സ്മോൾ ബക്കറ്റ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ്. അപ്പം നമുക്ക് എത്ര ബക്കറ്റ് ഇനി ഫില്ല് ചെയ്യണമെന്ന് നമ്മളെങ്ങനെ അറിയാം? അപ്പോൾ ലാർജ് ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ആണ്. ലാർജ് ബക്കറ്റിന് ഇപ്പോൾ എത്ര ഉണ്ട് വെള്ളം? 45 ലിറ്ററാണ്. അപ്പം വോളിയൂം ഓഫ് വാട്ടർ അപ്പോൾ എത്ര? നമുക്ക് ഇനി 5 ലിറ്ററാണ് ഇനി ഇതിലേക്ക് നിറയ്ക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സാണ്. പക്ഷേ എത്ര കപ്പാസിറ്റി ഉണ്ട്? 20 ആണ്. 20 കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ 15 ലിറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് 15 ലിറ്റേഴ്സാണ് ഉള്ളത് അല്ലേ? 15 ലിറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ പാർട്ട് ഓഫ് സ്മോൾ ബക്കറ്റ് വാട്ടർ നീട്ടർ നമ്മൾ എന്താണ്? നമുക്കിവിടെ 5 ആണ് ഇനി നിറയേണ്ടത്. 5 ലിറ്ററാണ് ഇനി വലിയ ബക്കറ്റിൽ നിറയേണ്ടത്. ഇത് 15 ലിറ്ററാണ്. ഇതിൻ്റെ എത്ര പാർട്ടാണെന്ന ചോദ്യം. പാർട്ട് ഓഫ് സ്മോൾ ബക്കറ്റ് വാട്ടർ നീട്ടർ എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 5/15 നമ്മൾ ചെറുതാക്കിയാൽ നമുക്ക് 1/3 കിട്ടും. ഓക്കെ. 1/3 അതായത് 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ 1/3 ആണ് നമ്മുടെ ആൻസർ. ലാസ്റ്റ് ഇതിലെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് 1/3? അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്തതിൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ 3 ടൈംസ്
1/3 എന്ന് പറയുമ്പം നമ്മൾ 3 ഇൻറ്റു 1/3 ആണ്. ഓക്കെ, 3 ഇൻറ്റു 1/3 ആണ്. അപ്പം 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പം അത് ദാറ്റ് ഈസ് 3/3. ഓക്കെ, 3/3. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3/3. 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പം 3/3. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എത്രയാണ്? 3/3. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ of two sides of length 4 cm and 3 cm